നമുക്ക് രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഈ ശ്ലോകം വളരെ പോസിറ്റീവായ പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ അവൻ്റെ മുൻകാലത്തെ പുണ്യകർമ്മങ്ങളുടെ ഫലമാണെന്ന് ചാണക്യൻ ഇവിടെ സമർത്ഥിക്കുന്നു. രണ്ടാം അധ്യായം ശ്ലോകം 2. സംസ്കൃത ശ്ലോകം. ഭോജ്യഭോജനശക്തിശ്ച രതിശക്തിർവരാംഗന വിഭവോ ദാനശക്തിശ്ച ന അല്പസ്യ തപസഃ ഫലം. പദാനുപദ അർത്ഥം. ഭോജ്യം കഴിക്കാൻ ഉത്തമമായ ആഹാരം, ഭോജനശക്തിഹി ച ആഹാരം കഴിക്കാനും അത് ദഹിപ്പിക്കാനുമുള്ള ആരോഗ്യം ദഹനശേഷി, രതിശക്തിഹി ആനന്ദം അനുഭവിക്കാനുള്ള ശേഷി, വരാംഗന ഉത്തമയായ പത്നി സുന്ദരിയും ഗുണവതിയുമായ സ്ത്രീ, വിഭവഃ സമ്പത്ത് അഥവാ ഐശ്വര്യം, ദാനശക്തിഹി ച ദാനം ചെയ്യാനുള്ള മനസ്സ്, ന അല്പസ്യ ചെറിയ ഒന്നല്ല, തപസഃ ഫലം തപസ്സിൻ്റെ പുണ്യത്തിൻ്റെ ഫലമാണ്. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. ലോകത്ത് പലർക്കും ധാരാളം പണമുണ്ടാകാം, പക്ഷെ അത് ആസ്വദിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് പ്രമേഹം കാരണം മധുരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ചിലർക്ക് നല്ല ആഹാരമുണ്ടാകും, പക്ഷേ വിശപ്പുണ്ടാവില്ല. ചിലർക്ക് പണമുണ്ടാകും, പക്ഷേ മറ്റൊരാളെ സഹായിക്കാൻ മനസ്സ് വരില്ല. എന്നാൽ നല്ല ആഹാരവും അത് ആസ്വദിക്കാനുള്ള ആരോഗ്യവും നല്ലൊരു ജീവിത പങ്കാളിയും ആവശ്യത്തിന് സമ്പത്തും അത് മറ്റുള്ളവർക്ക് നൽകാനുള്ള ഔദാര്യവും ഒരാൾക്ക് ഒരുമിച്ച് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. ഇത് കേവലം ഭാഗ്യം മാത്രമല്ല, മുൻകാലങ്ങളിൽ ചെയ്ത വലിയ പുണ്യങ്ങളുടെ ഫലമാണെന്ന് ചാണക്യൻ പറയുന്നു. 2. ആത്മീയ അർത്ഥം. തപസ് എന്നത് ഇവിടെ കഠിനമായ ധർമാചരണത്തെ സൂചിപ്പിക്കുന്നു. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമായി സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ ശരിയായ രീതിയിൽ അനുഭവിക്കാൻ കഴിയൂ. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് കൃതജ്ഞതയുള്ളവരായിരിക്കാനാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ലഭിച്ച ഓരോ ചെറിയ സൗഭാഗ്യവും നമ്മുടെ നന്മയുടെ ഫലമാണെന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ നന്മകൾ ചെയ്യാൻ ഇത് പ്രേരിപ്പിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ഉപദേശം. ആരോഗ്യം, സമ്പത്ത്, കുടുംബം, ദാനശീലത എന്നിവ ഒരുമിച്ച് ലഭിക്കുന്നത് അപൂർവമാണ്. ഇവ കൈവശമുള്ളവർ തങ്ങൾ അനുഗ്രഹീതരാണെന്ന് മനസ്സിലാക്കണം. ദാനശീലതയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം സമ്പത്തിനേക്കാൾ വലുതാണ് അതുപയോഗിച്ച് നന്മ ചെയ്യാനുള്ള മനസ്സ്. ഗുണപാഠകഥ. ഭാഗ്യവാനായ അയൽക്കാരൻ. ഒരിക്കൽ ഒരു വലിയ ധനികൻ തൻ്റെ സുഹൃത്തായ പണ്ഡിതനോട് ചോദിച്ചു, എൻ്റെ അയൽവാസി എന്നേക്കാൾ കുറഞ്ഞ പണക്കാരനാണ്, പക്ഷേ അവൻ എപ്പോഴും എന്നേക്കാൾ സന്തോഷവാനാണല്ലോ, എന്താണ് അതിൻ്റെ രഹസ്യം? പണ്ഡിതൻ പറഞ്ഞു, നിനക്ക് പണമുണ്ട്, പക്ഷെ അത് അനുഭവിക്കാനുള്ള സമയമോ ഭക്ഷിക്കാനുള്ള ഭക്ഷണമോ നിന്റെ തിരക്ക് കാരണം നിനക്കില്ല. നിന്റെ മനസ്സിലെപ്പോഴും പണം നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. എന്നാൽ നിന്റെ അയൽവാസിക്ക് ലഭിക്കുന്ന ആഹാരം അവൻ ആസ്വദിച്ച് കഴിക്കുന്നു, ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നു, കുടുംബത്തോടൊപ്പം സമാധാനമായി കഴിയുന്നു. ചാണക്യൻ പറഞ്ഞതുപോലെ സമ്പത്തിനേക്കാൾ വലുതാണ് അത് ആസ്വദിക്കാനുള്ള ആരോഗ്യവും ദാനശീലതയും. അവൻ തൻ്റെ പൂർവ്വപുണ്യം കൊണ്ട് അത് നേടിയിരിക്കുന്നു. ഈ ശ്ലോകം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എവിടെയാണെന്ന് കാണിച്ചു തരുന്നു. അടുത്ത 3-ാമത്തെ ശ്ലോകം മക്കളെ വളർത്തുന്നതിനെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള വളരെ മനോഹരമായ ഒന്നാണ്. നമുക്ക് തുടരാം.